ഓം നമോ ഭഗവതേ വാസുദേവായ. 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 നാരായണം നമസ്കൃത്യം നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. നിത്യം ഭാഗവത സേവയാ. ഭഗവതീരുത്തമശ്ലോകേ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടഹി. ഭക്തിർഭവതി നൈഷ്ടഹി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമാനം ദദാതി സുഗതാന്തികം. ഗ്രന്ഥ ശ്രീമദ് ഭഗവത്ഗീത കി ജയ. ഭഗവത്ഗീത അധ്യായം 4 ശ്ലോക 15. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः പൂർവൈരപി മുമുക്ഷുഭിः പൂർവൈരപി മുമുക്ഷുഭിः പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം കുരു കർമ്മൈവ തസ്മാത് ത്വം കുരു കർമ്മൈവ തസ്മാത് ത്വം കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം പൂർവൈ പൂർവതരം കൃതം പൂർവൈ പൂർവതരം കൃതം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം പൂർവൈ പൂർവതരം കൃതം एवं ज्ञात्वा कृतं कर्म ഏവം ജ്ഞാത്വാ കൃതം കർമ്മ पूर्वैरपि मुमुक्षुभिः പൂർവൈരപി മുമുക്ഷുഭിः कुरु कर्मैव तस्मात् त्वं കുരു കർമ്മൈവ തസ്മാത് ത്വം पूर्वैः पूर्वतरं कृतं പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः
കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിः കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. എൻ്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. മനുഷ്യർ രണ്ടു വിധത്തിലുണ്ട്. അഴുക്കാർന്ന ഭൗതിക വാസനയോട് കൂടിയവരും അവ തീണ്ടാത്തവരും. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഗുണകരമത്രേ കൃഷ്ണാവബോധം. മലിന ഹൃദയർക്ക് ഭക്തിയുത സേവനത്തിൻ്റെ നിയന്ത്രണ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രമികമായൊരു ശുചീകരണത്തിനു വേണ്ടി കൃഷ്ണാവബോധത്തെ ആശ്രയിക്കാം. ഹൃദയശുദ്ധി കൈവരിച്ചവർക്ക് തങ്ങളുടെ മാതൃകാപരങ്ങളായ പ്രവൃത്തികളെ പിന്തുടർന്ന് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചും കൃഷ്ണാവബോധത്തിൽ തുടരാം. കൃഷ്ണാവബോധത്തിൽ പരിചയം കുറഞ്ഞ പുതുവിദ്യാർത്ഥികളും മൂഢന്മാരും പലപ്പോഴും കൃഷ്ണാവബോധം എന്തെന്നറിയാതെ കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അർജുനൻ യുദ്ധരംഗത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഉദ്യമിച്ചത് ഭഗവാന് സമ്മതമായിരുന്നില്ല. താൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും അതേസമയം മാറിയിരുന്നു കൊണ്ട് താൻ കൃഷ്ണാവബോധവാനാണെന്ന് നടിക്കുകയും ചെയ്യുന്നത് കൃഷ്ണന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ വില കുറഞ്ഞതാണ്. മുൻപ് പറയപ്പെട്ട സൂര്യദേവനായ വിവസ്വാൻ മുതലായ ഭഗവാന്റെ പൂർവ്വശിഷ്യന്മാരെ മാതൃകയാക്കി കൃഷ്ണാവബോധത്തോടെ പ്രവൃത്തി ചെയ്യാനാണ് ഇവിടെ അർജുനനോട് ഉപദേശിക്കുന്നത്. പണ്ട് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചവരുടെയെല്ലാം എന്ന പോലെ മുൻകാലങ്ങളിലെ സ്വകർമ്മങ്ങളെക്കുറിച്ചും ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾ മുൻപ് ഈ കല സ്വായത്തമാക്കിയ സൂര്യദേവനെ പോലുള്ളവരുടെ പ്രവൃത്തികളെ ശുപാർശ ചെയ്യുന്നത്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കർത്തവ്യങ്ങളിൽ മുഴുകിയ എല്ലാ വിദ്യാർത്ഥികളെയും കൃഷ്ണൻ ഇവിടെ മുക്താത്മാക്കളായി വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. എൻ്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. അപ്പോൾ ഇവിടെ മുമുക്ഷുക്കൾ എന്ന് പറയുന്നത് അതായത് മോക്ഷം നേടിയത്. മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്ത് പോവുക, അങ്ങനെയാണ്. മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ആധ്യാത്മിക കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഏർപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുക, മോക്ഷം. ഭൗതിക കെട്ടുപാടെല്ലാം മാറും, ഭൗതികമായിട്ടെല്ലാം നമ്മളെ നിന്ന് മാറും. എന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ആരെ ശരണം പ്രാപിക്കും? ഭഗവാൻ. അപ്പോൾ അത് ശരീരം ഉപേക്ഷിച്ചിട്ട് തന്നെ മോക്ഷം കിട്ടണമെന്ന് നിർബന്ധമില്ല. ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, ഭൗതിക ശരീരത്തോട് ഇരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് എന്ത് നേടാൻ സാധിക്കും? അങ്ങനെ നേടുന്ന വ്യക്തിയെ ജീവമുക്ത, ജീവനുണ്ട് പക്ഷെ മുക്തി നേടിയ വ്യക്തികളാണ് ജീവമുക്ത സമ്പാദം. അപ്പോൾ ഇവിടെ പറയുന്നത് ആരാണെന്ന് വെച്ചാൽ ജീവമുക്താസിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് മുമുക്ഷുക്കളുണ്ട് ഓൾറെഡി. അവർ ചിലപ്പോൾ തിരിച്ചു പോയവരായിരിക്കാം, ഇപ്പോൾ ഉള്ളവരായിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരുടെ പാദങ്ങളെ പിന്തുടരണം. അവരുടെ പാദങ്ങളെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതേപടി നമ്മൾ ഫോളോ ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഡിവോട്ടിയുടെ ക്വാളിറ്റി. ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഊഹാപോഹം പാടില്ല. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആവശ്യമേ ഇല്ല.
ഇങ്ങനെയാണെന്ന് എതിര് പറയുന്നുണ്ട്, ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രഭുപാദ് പറയും നമ്മൾ ഫിലോസഫി മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ല പുതിയതായിട്ട് നമുക്ക് ഒരെണ്ണം ഫിലോസഫി ഉണ്ടാക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? കൃഷ്ണൻ ആവശ്യത്തിനുള്ള ഫിലോസഫി നമുക്ക് തന്നിട്ടുണ്ട്. ആചാര്യാസ് നമുക്കതിനെ ജീവിതത്തിൽ കൂടെ കാണിച്ചു തന്നു. അപ്പോൾ ഈ മുമുക്ഷുക്കളെന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ പറയുന്ന വിഷയങ്ങളെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് അവർക്ക് വീഴ്ചയുണ്ടാകും. ഈ എല്ലാ മുമുക്ഷുക്കളും പെർഫെക്റ്റായിട്ട് ഒരു തെറ്റും ചെയ്യാതെ ഭഗവാന്റെ അടുത്ത് എത്തിയവരല്ല. അപ്പോൾ നമ്മൾ ചിന്താമണി ബില്വമംഗല ഠാക്കൂറിൻ്റെ കഥ ഒരു ആപ്ലിക്കേഷൻ അവരുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അതിന് അയച്ചാൽ അവരുടെ കയ്യിൽ അതിനകത്ത് തരാൻ പറ്റും. സോറി, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് മുമുക്ഷുക്കൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവർ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന കാര്യമെല്ലാം ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്തിരിക്കും, പക്ഷെ അവർക്കും വീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. എല്ലാം കൊണ്ട് തന്നെ പഠിക്കണമെന്നില്ല, കണ്ടും പഠിക്കാം. ഇൻ്റലിജൻ്റ് എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ കേട്ടിട്ട് കണ്ടിട്ട് അവർ പഠിക്കും, കാരണം അവർക്കിനി കൊള്ളേണ്ട ആവശ്യമില്ല. പക്ഷെ ബുദ്ധിയില്ലാത്തവരെന്ത് ചെയ്യും? അത് കൊണ്ട് പഠിക്കും, ചിലർ കൊണ്ടാലും പഠിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഈ മുമുക്ഷുക്കളുടെ ലൈഫ് ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ ചിന്താമണിയുടെ കഥ കേട്ടിട്ടുണ്ട്. ബില്വമംഗല ഠാക്കൂർ. ബില്വമംഗല ഠാക്കൂർ ആദ്യം വലിയ ജന്മിയായിരുന്നു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാക്കിൽ കൂടെ പോയി, ആ വ്യഭിചാരി സ്ത്രീകളുടെ ബാക്കിൽ കൂടെ പോയി. അവരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് മാറിയത്. കാരണം ആ കൊടും മഴയും കാറ്റും വന്നിട്ട് അദ്ദേഹത്തിന് ഒരു നിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതെ ആരെ കാണാൻ പോയി? ഈ ചിന്താമണിയെ കാണാൻ പോയി. അവസാനം അവർ അതിശയിച്ചു പോയി. ഈ മഴയിൽ അതെന്താ വീട് കൂട്ടിയിരിക്കുന്നതുകൊണ്ട് മതിൽ ചാടി വീടിനകത്ത് ഇറങ്ങുക. എങ്ങനെ വീടിനകത്ത് വന്നു ചോദിച്ചാൽ, അപ്പം അത് ഞാൻ വന്നു, ഇങ്ങനെ മതിൽ ചാടി വന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. ഇത്രയും വലിയ പണ്ഡിതനാണ്, ഇത്രയും വലിയ പൈസക്കാരനാണ്, വലിയ പ്രമാണിയാണ്, എന്നിട്ടും ഈ മോശമായ പ്രവൃത്തി ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ചിന്താമണിക്ക് തന്നെ അത് മോശമായിട്ട് തോന്നിയിട്ട് വളരെ ചീത്ത പറഞ്ഞു. ഈ വൈരാഗ്യം ഭഗവാന്റെ അടുത്ത് കാണിച്ചില്ലെങ്കിലും ആരെങ്കിലും മഴയാണെങ്കിൽ സത്സംഗത്തിൽ ഇറങ്ങും. ഇന്ന് ഭയങ്കര മഴ പ്രഭു, എന്താ വരാത്തത്? ഇന്ന് ഭയങ്കര മഴ പ്രഭു, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പ്രഭു എന്ന് ഈസി ആയിട്ട് പറയും. പക്ഷേ അതേ ആളിപ്പോൾ ആരെ കാണാൻ പോയി? ചിന്താമണിയെ കാണാം. അപ്പോൾ ആ ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിനെയൊക്കെ മറികടക്കും, എന്ത് വേണമെങ്കിലും അത് ക്രോസ് ചെയ്യും. അങ്ങനെ പോയപ്പോൾ ആ ചിന്താമണി പറഞ്ഞ് ഈ വൈരാഗ്യം ആരുടെ അടുത്ത് കാണിക്കണമായിരുന്നു? ഈ മോക്ഷം കിട്ടി പോയതിന്. അപ്പോൾ അത് ഭയങ്കര ഇൻസൾട്ടായിരുന്നു അല്ലേ. എന്നിട്ട് അവർ അപ്പം തന്നെ വീട് വിട്ട് ഇറക്കി വിട്ടപ്പോൾ എന്നിട്ട് രാവിലെ അവിടെ ഇരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇനിയിപ്പം അവിടെ ഇറക്കി വിട്ടതിന് ശേഷം ഈ മതിൽ ഞാൻ എങ്ങനെ കയറും? പക്ഷെ ആദ്യം അദ്ദേഹത്തിന് കയറാൻ പറ്റി. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ മതിൽ കയറി എന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പാമ്പിനെ പിടിച്ച് വലിഞ്ഞു കയറി അദ്ദേഹം കയറി, മരം പാമ്പിനെയും പിടിച്ചു. അതുപോലും അറിയണില്ല, അതും ചത്തു. എന്നിട്ട് അതിന് തൂങ്ങിക്കിടക്കണം. ശരി, ഈ കൊടുമഴയിൽ ഞാനെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കാണാനില്ല. ഇദ്ദേഹം വന്ന തോണിയും കൂടെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. അവിടെ നോക്കി ഒരു ഡെഡ് ബോഡിയുടെ മേലെ കയറിയാണ് വന്നത്. സംഭവം ഗംഗയെ കടന്നു വന്നത് ഞാൻ ഡെഡ് ബോഡിയുടെ മേലെ കയറി. അപ്പം ഇങ്ങനെ അപ്പം അദ്ദേഹത്തിന് തന്നെ വലിയ പുച്ഛം തോന്നിച്ചേ, ഞാൻ ഇത്ര മോശമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഭക്തനായി, മഹാപണ്ഡിതൻ, മഹാഭക്തനായി മാറി. അപ്പോൾ അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നത്? അവിടെ വേശ്യ സ്ത്രീയാണ്. ആ ചിന്ത, അതായത് ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളായിരിക്കും
നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്. ആ സാഹചര്യം അനുസരിച്ച് അവരോട് പറയുന്ന ഉപദേശം ശരിക്കും നമുക്ക് ഉൾപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും. നമ്മളെ ലൈഫിൽ ഞാൻ ചെയ്യുന്നത് മിസ്റ്റേക്കാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കറക്റ്റ് ചെയ്യും. അപ്പോൾ ആ വ്യക്തി നമ്മളുടെ ആരാണ്? ഗുരുവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ശിക്ഷാ ഗുരുക്കളുണ്ടാവും. പല സാഹചര്യത്തിൽ പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങൾ പഠിപ്പിക്കുമായിരിക്കും. അവരെല്ലാം ആരാണ്? നമ്മുടെ ശിക്ഷാഗുരു. പക്ഷേ ദീക്ഷാഗുരു ഒന്നേ ഉണ്ടാകും. ഹൃദയ സമർപ്പണം ഒരു ഗുരുവിന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ വില്വമംഗല ഠാക്കൂർ മാറി. അപ്പോൾ ഇപ്പോൾ വില്വമംഗല ഠാക്കൂർ ആരാണ്? മുമുക്ഷുവാണ്. മോക്ഷം കിട്ടിയ വ്യക്തിയാണ്, ഭൗതികമായ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ. എന്നാൽ വില്വമംഗല ഠാക്കൂറിൽ ഇനിയും പഠിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞു. വില്വമംഗല ഠാക്കൂർ വലിയ ഡിവോട്ടി ആയതിനു ശേഷം ഒരു ദിവസം കൂടെ റോഡിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിച്ചിട്ട് വരും. അപ്പം പഴയ ആ വാസന എന്ന് പറയുന്ന കാമം അദ്ദേഹത്തിനുണ്ടാകും. പെട്ടെന്ന് ഒരു നിർത്ത് അവരെങ്ങനെ നോക്കിയിട്ട് അവരുടെ ബാക്കിൽ ഒരു 2 സ്റ്റെപ്പ് നടന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്, എനിക്ക് എന്താ ഇങ്ങനെ പോകുന്നു, ഞാൻ കൃഷ്ണനെ എന്തിനാ മറക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെയും അവരുടെ ബാക്കിൽ കൂടെ ഓടും. അവർ ഇദ്ദേഹത്തിനെ കണ്ട് പേടിച്ച് ഓടും. ഇദ്ദേഹം ബാക്കിൽ കൂടെ ഓടുമ്പോൾ അവർ ഓടിപ്പോയി വീട്ടിൽ തട്ടിയിട്ട് ഭർത്താവിന് വിളിക്കും. ഭർത്താവ് ഇറങ്ങി വന്നിട്ട്, എന്താണ്? ആ സ്വാമി എന്നെ ഓട്ടിച്ചിട്ടേ വരുന്നത്, വില്വമംഗലത്തെ ഓട്ടിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചു. അപ്പോൾ ഉടനെ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഓടി വരുന്നത്, എന്താണ് ആവശ്യം? നിങ്ങളുടെ ഭാര്യയെ പോയിട്ട് ആ തലയിലിരിക്കുന്ന ഹെയർ പിൻ ഒന്ന് മേടിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അത് എന്തിനാണ് എന്നറിഞ്ഞില്ല. അതൊന്ന് മേടിച്ച് തരുന്നത്. അതിനെ മേടിച്ചിട്ട് അപ്പം തന്നെ കണ്ടു, എൻ്റെ ഈ ഇന്ദ്രിയമാണ് ഭഗവാനെ മറപ്പിച്ചത്, എനിക്ക് എൻ്റെ ഇന്ദ്രിയത്തിന് നിയന്ത്രണമില്ല എന്ന് പറഞ്ഞ് സ്വന്തം കണ്ടുപിടിക്കുക. അതിനുശേഷം അദ്ദേഹം കണ്ണു കാണാത്തിരിക്കുക, ബ്ലൈൻഡായി. പക്ഷേ ഡിവോഷണൽ സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹം. അപ്പോൾ ആചാര്യാസിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാം. എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കാമം അത്ര എളുപ്പമല്ല നിയന്ത്രിക്കാൻ, അല്ലേ? ത്രിവിധം നരകസേകം ദ്വാരം നാശനമാക്കിന. 3 കാര്യങ്ങൾ നരകത്തിലോട്ട് കൊണ്ടുവരും. ദ്വാരം, കഥവ്, എൻട്രൻസ്. എന്താണ്? കാമക്രോധ മോഹം. ഈ 3 കാര്യം, ഒരാളുടെ ദേഷ്യം അയാളെ നശിപ്പിക്കും, ഒരാളുടെ കാമം അയാളെ നശിപ്പിക്കും, ഒരാളുടെ അത്യാഗ്രഹം അയാളെ നശിപ്പിക്കും. ഈ 3 കാര്യം ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നാലും മതി, 3 വേണമെന്നില്ല. അപ്പോൾ ആ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യം സത്യമാണ്. ഒരു ആചാര്യന് പോലും വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആചാര്യൻ എന്താ ചെയ്തത്? പിന്നെ എന്താ ചെയ്തത്? എങ്ങനെ അതിൽ നിന്ന് പുറത്തു വന്നു? ഹരിദാസിന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹരിദാസ് ഠാക്കൂറിന് ഇതൊന്നും സംഭവിച്ചില്ല. ഹരിദാസ് ഠാക്കൂറിന് അദ്ദേഹം ചെറുപ്പമായിരുന്നു, സുന്ദരിയായ ആ സ്ത്രീയും ചെറുപ്പമായിരുന്നു. പക്ഷെ ഹരിദാസിന് ഒന്നിനും സംഭവിച്ചില്ല. നാമം ജീവിച്ചുകൊണ്ടിരുന്നു. 3 ദിവസമായപ്പോൾ അവർ ഡിവോട്ട് ചെയ്തു. അവസാനം ഹരിദാസ് എന്ത് ചെയ്തു? ആ ആശ്രമവും അവർക്ക് ദീക്ഷയും കൊടുത്ത് അവർ ആ വീട്ടിലിരുത്തിയിട്ട് അദ്ദേഹം അറിഞ്ഞു. ഇതാണ് മുമുക്ഷു. അവർക്ക് ഒരു തരത്തിലും ഭൗതികമായ വാസനയില്ല. അപ്പോൾ ഹരിദാസിൻ്റെ വിജയത്തിൽ എവിടെയാ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹരിദാസിൻ്റെ വിജയം എവിടെയായിരുന്നത്? ഹരിനാമത്തിലാണ്. അപ്പോൾ ഇതൊന്നും പറ്റാത്ത കാര്യമല്ല, പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിക്കാൻ പറ്റും. നമ്മൾ തന്നെ പഠിക്കുമ്പോൾ കുറേ സമയമുണ്ട്. ചിലർ പറയില്ല, മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് കുറച്ച് നാൾ കഴിഞ്ഞ് ശരിയാകും. എന്താണ് കുറച്ച് നാൾ കഴിഞ്ഞ് അടി കൊണ്ട് പഠിക്കാൻ വരും. അതാണ് അവർ പറയുന്നത്, കുറച്ച് നാൾ കഴിഞ്ഞ് അത് ശരിയാകും എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ ചിലർ എന്ത് പറയും വെച്ചാൽ, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് നമുക്കൊരു ഉപദേശം തരും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ഉപദേശം? അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ്. അതേപോലെ ഡിവോഷനിൽ നമുക്ക് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് സീനിയറായ ഡിവോട്ടി, എക്സ്പീരിയൻസ്ഡായ ഡിവോട്ടിയുടെ തന്നെ നമ്മൾ ചോദിക്കും. കാരണം കുറേ അടി വാങ്ങിച്ച് പഠിച്ച ആൾക്കാരെ വീണ് അടി വാങ്ങിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർ പറയും, കാരണം ഡിവോട്ടീസിന് എപ്പോഴും ഉള്ളിൽ എന്തുണ്ടാകും? ഹൃദയത്തിൽ ഒരു കമ്പാഷൻ ഉണ്ടാകും, ഒരു അനുകമ്പം ഉണ്ടാകും. എങ്ങനെയെങ്കിലും ആ ഡിവോട്ടി രക്ഷപ്പെടട്ടെ, ആ ഭക്തൻ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് അവർ ചെയ്യും, എനിക്ക് പറ്റിയ അബദ്ധം അതിന് പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കും. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കും. അപ്പോൾ ആ ഉപദേശം നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് 2 തരത്തിലാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. മനുഷ്യർ 2 തരത്തിലുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ഉള്ളവരെന്ന് പറഞ്ഞാൽ മുഴുവൻ അവരുടെ ഹൃദയം മുഴുവനും ഭൗതിക വാസന കൊണ്ട് നിറഞ്ഞു, ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഇത് ഒരു തരത്തിലെ വ്യക്തികളാണ്. മനുഷ്യന്മാരിൽ ഒരു തരത്തിൽ ഭൗതിക ആഗ്രഹം കൊണ്ട് ഭൗതിക വ്യക്തികളുണ്ടാവും. ഇനി ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നെല്ലാം വിരക്തി നേടിയ ആൾക്കാർ. അവർക്ക് ആരുടെ അടുത്ത് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും? ഭഗവാന്റെ അടുത്ത് അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും.
പക്ഷെ ഈ രണ്ട് വ്യക്തികൾക്കും കോമൺ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണാവബോധം. അപ്പം ഭൗതികമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നാലും കൃഷ്ണാവബോധം ആ വ്യക്തിയെ രക്ഷിക്കും. ഭൗതികമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളെയും കൃഷ്ണാവബോധം രക്ഷിക്കും. അപ്പം കോമൺ ആയിട്ടുള്ളത് എന്താണ്? കൃഷ്ണാവബോധം. അപ്പം കൃഷ്ണാവബോധം അഥവാ നമ്മൾ ആധ്യാത്മികത്തിൽ ദീക്ഷ മേടിച്ചു, നമ്മൾ നന്നായിട്ട് സാധന ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെ വിടാൻ പറ്റില്ല. അതിനെ വിട്ടാൽ നമ്മൾ എന്താവും? ഫോട്ടോ ആണോ? അപ്പോൾ അതിനെ വിടാൻ പാടില്ല. അത് എത്ര കാലം പിന്തുടരണം? എറ്റേണൽ. ഈ ലൈഫ് ടൈം മാത്രമല്ല, ജീവിതകാലം. മമ ജന്മനി ജന്മനീശ്വര ഭവത ഭക്തിരഹയും. എത്ര ജന്മം എടുത്താലും എനിക്ക് എന്തുണ്ടായാൽ മതി? ഭക്തനായിരുന്നാൽ മതി, ഭക്തി കിട്ടിയാൽ മതി എന്നാണ് ചൈതന്യ നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് എറ്റേണലി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കൃഷ്ണാവബോധം അവിടെ ആവശ്യമാണ്. ശരി, ഭൗതിക താല്പര്യമാണ്, ഭയങ്കര ഡിസയർ ആയിട്ടിരിക്കുകയാണ്. ഭൗതിക ആഗ്രഹം കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? നമുക്ക് യഹി സംസ്പർശജാബോഹ ദുഃഖയോനയ ഏവയോ ആദ്യന്തവന്ത കൗന്ദേയ മതേഷു പണ്ഡിതന്തുക. അതായത് യഹി സംസ്പർശജാബോഹ, ഈ ബോഹത്തിൽ നമ്മുടെ ആ കണക്ഷൻ എന്താണെന്ന് ആദ്യം അത് സുഖമായിട്ട് തോന്നും. ഓക്കെ, ഭൗതികമായ വിഷയങ്ങളെല്ലാം ആദ്യം നല്ലതായിട്ട് തോന്നും. കൊള്ളാം, പൈസ കിട്ടുന്നു, നല്ല ബിസിനസ് നടക്കുന്നുണ്ട്, ഹാപ്പിയാണ്. പിന്നെ 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 അത് തന്നെ നമുക്ക് തലവേദനയായിട്ട്, ആ കാശ് വരുന്നത് തന്നെ നമുക്ക് തലവേദന. കഴിക്കാൻ കൊള്ളാം, കഴിച്ചുകൊണ്ടേയിരിക്കാം, നാവിനത്ത് പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇനിയും കഴിക്കാം, ഡെയിലി കഴിക്കാം, 10 ദിവസം കഴിക്കാം, മാസങ്ങളോളം കഴിക്കാം. അത് കഴിഞ്ഞാൽ എന്താവും? ഹോസ്പിറ്റലിൽ പോയി ഒന്നും കഴിക്കരുത്, ചത്തു പോകുന്നത്. അത്രയും നമ്മൾ കഴിച്ചതിനെല്ലാം കൊടുക്കുന്ന ഡോക്ടറോ ഇനി കഴിച്ചാൽ നിങ്ങൾ ചത്തു പോകുന്നത് അവ പേടിപ്പിച്ചു. ഇപ്പോൾ കഴിക്കാൻ പറ്റുമോ നമുക്ക്? പിന്നെ ജീവിതകാലത്ത് ബാങ്ക് മൊത്തം കാശ്, വീട് മൊത്തം സാധനം, കഞ്ഞി വെച്ചുകൊണ്ടിരിക്കും. കഞ്ഞി അതും ഉപ്പിട്ട് കുടിക്കാൻ പറ്റില്ല ചിലത്, ഉപ്പും ഇല്ലാതെ കഞ്ഞി അങ്ങനെ കുടിച്ചോണ്ട്. ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവിടെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഇതൊന്നും അറിയാതെ ഇരുന്നാൽ പോലും മിതമായിട്ട് എല്ലാം നോർമലായിട്ട്, പക്ഷെ ഒരു ഹെൽത്തി ആയിട്ട് നല്ലതായിട്ട്. പക്ഷെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരുന്നിട്ട് കാര്യമല്ല. ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിലിരിക്കുന്നതാണ് യഥാർത്ഥ ഹെൽത്തി ആയിട്ട്. കൃഷ്ണാവബോധത്തിലില്ലാതെ എത്ര ശരീരം നന്നായിട്ട് വെച്ചിരുന്നാലും ശരി, എന്ത് വെച്ചാൽ അവരും ഹെൽത്തി ആയിരിക്കും. ഫിസിക്കലി ഹെൽത്തി ആയിരിക്കും, പക്ഷെ മെൻ്റലി ഒരു വീക്കായിരിക്കും. പോയില്ലായിരിക്കും, അവിടെ പോയി. അപ്പോൾ യഥാർത്ഥ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അർജുനൻ്റെ അടുത്ത് ഭഗവാൻ പറയുകയാണ്, ഒരാളുടെ പരിശുദ്ധി തന്നെ അയാൾക്ക് ഹെൽപ്പ്, മറ്റൊരാൾക്ക് സഹായമായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ എല്ലാ വാസനകളിൽ നിന്ന് പരിശുദ്ധി നേടിയാൽ നമ്മുടെ കൂടുന്ന ചേരുന്ന ആൾക്കാർ പരിശുദ്ധി കിട്ടും, അല്ലേ? ഇപ്പം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഇഷ്ടമില്ല, എന്തായിരിക്കും കാരണം? അവരാണോ കാരണം? നമ്മളാണോ കാരണം? നമ്മളെങ്ങനെ കാരണമായി? അവർക്ക് നമ്മളെ ഇഷ്ടമല്ല, നമ്മളെങ്ങനെ കാരണമായി? പിന്നെ അവരാണ് ഇത് ചെല്ലിനെ അതിന് അതെ, അതായത് പരിശുദ്ധി നഷ്ടപ്പെടും. ഒരാളുടെ പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഭുപാദ. അപ്പോൾ പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. ഒരാളുടെ പരിശുദ്ധി മറ്റൊരാളെ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ആക്കുന്നുണ്ട്. ഒരു കുട്ടിയുണ്ട്, കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഈ റോഡിൽ കിടക്കുന്ന ആൾക്കാരുടെ കുട്ടികളായിരുന്നാലും നമ്മളൊന്ന് നോക്കി ചിരിച്ചു, ഒന്നും ഇങ്ങനെ കൈകാണി. എന്തുകൊണ്ട്? അതിൻ്റെ പ്യൂരിറ്റി, അല്ലേ? പക്ഷെ വയസ്സാകുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ പ്യൂരിറ്റി ഒക്കെ പോകും. പിന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടികൾ പോയി അപ്പുറത്തിരിക്കും, അമ്മൂമ്മ ഒന്നും വരലില്ല, അടുത്ത് വരില്ല, ഓട്ടിക്കും, എല്ലാവരും ഓട്ടിക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പക്ഷെ ചില അമ്മൂമ്മമാരെ കണ്ട എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? അവർ ഭയങ്കര പ്യുവറാണ്. അവർ ഈ പോട്ടെ എങ്ങനെയോ പോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ഭയങ്കര പ്യുവറായി വെച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ പ്രഭുപാദിനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ്? പലർക്കും ഇസ്കോണിൻ്റെ പ്രിൻസിപ്പിൾ ഇഷ്ടമല്ല, ഇസ്കോണിനെ ഇഷ്ടമില്ല, പക്ഷെ ആരെ ഇഷ്ടമാണ്? എന്തുകൊണ്ട്? പ്രഭുപാദിൻ്റെ കാലത്ത് തന്നെ പ്രഭുപാദ് പറഞ്ഞാൽ എന്തും ചെയ്യും, ചാകാൻ പറഞ്ഞ് ചാകും, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. പക്ഷേ അവർക്ക് ഈ GBC ഇഷ്ടമല്ല, അവിടുത്തെ പ്രിൻസിപ്പിൾ ഇഷ്ടമല്ല, ഇതുമില്ല, പ്രസിഡന്റ് പിടിക്കില്ല, പലതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. പ്രഭുപാദ് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൽ കാമം വന്നിട്ടേ ഇല്ല. കാരണം എന്തുകൊണ്ട്? അത്രയും മുഴുവൻ സമയവും പ്രേമത്തിലാണ് ഇരിക്കുന്നത്. ആരെടുത്തുള്ള പ്രേമത്തിലിരിക്കുന്നു? ഭഗവാനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കാമുണ്ടാകും. അപ്പോൾ പ്രഭുപാദ് എപ്പോഴും ആരെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നു? ഭഗവാനെ പ്രേമിക്കും. ഭക്തന്മാരെങ്ങനെയാണ്? അതുകൊണ്ട് അവർക്ക് ഉറക്കം വരില്ല. സാധാരണ ഒരു പെണ്ണിനെ പ്രേമിച്ചുകൊണ്ടിരുന്നാൽ പോലും ഒരു പയ്യന് ഉറക്കം വരില്ല. അവൻ 5 മണിക്ക് ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ ഞാൻ 4 മണിക്ക് വരുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ട്? അവൻ്റെ പ്രേമമാണ്.
പക്ഷെ ഈ പ്രേമമല്ല എത്ര കാലം ഉണ്ടാകത്തുള്ളൂ? ക്ഷണം, കുറച്ച് കാലം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അത് കാമമായി മാറി പിന്നെ ഒന്നും വേണ്ട, അങ്ങനെയാവും. പക്ഷെ കൃഷ്ണൻ്റെ അടുത്തുള്ള പ്രേമം വളരും, അത് കുറയില്ല. ആ പ്രേമം ഇതേപോലെ ആചാര്യസിന് ഉറപ്പുണ്ടാകും. ഒരു 3 മണി 3:30ക്ക് മംഗളാരതി വെച്ചാൽ 2 മണിക്ക് എനിക്കും ജപിച്ചോളും മംഗളാരത്തി, അല്ലേ? രാത്രിയായ ഉറക്കമില്ല, ജപിക്കും. പ്രഭുപാദിന് ഉറക്കമില്ല, പ്രഭുപാദ് 1-2 മണിക്കൂർ ഉറങ്ങുകയുള്ളൂ. പ്രഭുപാദിനും പ്രേമമാണ്. ആരുടെ അടുത്ത് പ്രേമം? കൃഷ്ണൻ്റെ അടുത്ത്. കൃഷ്ണൻ്റെ മെസ്സേജ് എല്ലാവർക്കും എത്തിക്കണം. കൃഷ്ണൻ എന്താണ് ഈ ഉപദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ തന്നത്, അത് എനിക്ക് എത്തിക്കണം, ആ സാധനം എത്തിക്കണം. ആ പ്രേമം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യും, അല്ലേ? ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി എല്ലാം ചെയ്യും. അതേപോലെ പ്രഭുപാദ്, കൃഷ്ണൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ജീവാത്മാക്കളെ രക്ഷിക്കാൻ. അത് എൻ്റെ ആഗ്രഹം. എൻ്റെ ഗുരുവിടെ ആഗ്രഹം എന്തായിരുന്നു? ജീവാത്മാക്കളെ രക്ഷിക്കണം. അത് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ പ്രഭുപാദ്, അതാണ് മുമുക്ഷു. മോക്ഷം കിട്ടിയ വ്യക്തി എങ്ങനെയാണ്? ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലും ഭൗതിക അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. പ്രഭുപാദ് എന്താ പറയുക, പോയതിന് ശേഷം ലോക്കർ തുറന്നപ്പോൾ ഗോൾഡും കിട്ടിയില്ല, പൈസയും കിട്ടിയില്ല. കാരണം എല്ലാം ഇസ്കോണിൻ്റെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പല സ്വാമിമാരും പോയതിന് ദൈവമാണെന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് ലോക്കർ തുറന്ന് നോക്കിയപ്പോൾ ഗോൾഡ് ബാർ ഉണ്ടായിരുന്നു, ബ്രിക്സ് ഉണ്ടായിരുന്നു, ഗോൾഡ് ബ്രിക്സ്. അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ഇല്ലയോ? ഭൗതികമായിട്ട്. സ്വർണം ആരെടുത്ത് വെച്ചിരിക്കും? പ്രത്യേകിച്ച് കലിയുഗത്തിൽ സ്വർണ്ണമുള്ള സ്ഥലത്ത് എന്തുണ്ടാവും? കലാപം ഉണ്ടാകും, അല്ലേ? പ്രശ്നങ്ങളുണ്ടാകും, ദുരിതം ഉണ്ടാകും. അപ്പോൾ ഈ സ്വാമിമാരെന്താ ചെയ്തത്? ഭഗവാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് കുറേ ചുടുകെട്ട ഉണ്ടാകുന്നത്, എന്നിട്ട് എൻ്റെ ലോക്കർ വെച്ച് ചുടുകെട്ട പൂട്ടി വയ്ക്കുവോ ബാക്കിയുള്ളവർ കൊടുക്കുമോ? എന്ത് ചെയ്യും? കൊടുക്കും. പക്ഷേ ഈ സ്വാമിമാരാണ് എല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? ഗോൾഡ് വെച്ച് പൂട്ടി വെച്ചു. അപ്പോൾ ഇത് ഭൗതികമായ രീതിയാണ്. അപ്പോൾ അർജുനന് പറയുന്നത്, അർജുനൻ എക്സ്റ്റേണലി എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധുവ് പോലെ അഭിനയിച്ചു എക്സ്റ്റേണലി, ഓക്കെ. പക്ഷെ അർജുനന് ഉള്ളിൽ എന്ത് ക്വാളിറ്റിയാണുള്ളത്? യഥാർത്ഥത്തിൽ ക്ഷത്രിയൻ്റെ ക്വാളിറ്റിയാണുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണൻ 3/4 മണിക്കൂർ സംസാരിച്ചപ്പോൾ അമ്പും വില്ലൊക്കെ എടുത്തിട്ട്, കൃഷ്ണ നീ പറയുമ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഉള്ളിൽ എന്തായിരുന്നു? ക്ഷത്രിയൻ്റെ ക്വാളിറ്റിയാണ്. പക്ഷെ കൃഷ്ണ ഡിവോട്ടി ആയിരുന്നു അർജുനൻ. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞ ഉടനെ കഴിഞ്ഞു. കൃഷ്ണന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ അർജുനന് നല്ല എന്ത് ക്വാളിറ്റി ആയിരുന്നു? ബ്രാഹ്മണൻ്റെ ഗുണം തന്നെയാണ് ഒരു കണക്കിന്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. അങ്ങനെ കേട്ടു. ഫൈനലി കരിഷ്യേ വചനം തവ, കൃഷ്ണൻ എന്ത് പറയുന്നു അതുകൂടി ഞാൻ ചെയ്യും. അപ്പോൾ ഈ ഉപദേശം ആദ്യം ആർക്ക് കൊടുത്തു? സൂര്യദേവൻ. സൂര്യദേവൻ ആർക്ക് കൊടുത്തു? ഇക്ഷ്വാകു. അപ്പോൾ വിവസ്വാൻ. ഇങ്ങനെ അത് കൈമാറി വന്നു. അപ്പോൾ ഇവിടെ അവരെന്താ ചെയ്തിരിക്കുന്നത്? പാരമ്പര്യം എന്താണോ ആചാര്യസ് തന്നത് അത് അതേപടി ഫോളോ ചെയ്യും, അല്ലേ? ശ്രീമദ് ഭാഗവതം എങ്ങനെ വന്നു? ആരാർക്ക് ഉപദേശിച്ചു? ബ്രഹ്മാവ് നാരദമുനിക്ക് ഉപദേശിച്ചു, അല്ലേ? ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു. ബ്രഹ്മാവ് ആർക്ക് ഉപദേശിച്ചു? നാരദമുനി. നാരദമുനി ആർക്ക് ഉപദേശിച്ചു? വ്യാസദേവൻ. വ്യാസദേവൻ ആർക്ക് ഉപദേശിച്ചു? ശുഗമുനിക്ക്. ശുഗമുനി ആർക്ക് ഉപദേശിച്ചു? പരീക്ഷിത്ത് ആർക്ക് ഉപദേശിച്ചു? പരീക്ഷത്തിൻ്റെ മുമ്പ് ശുഗമുനി ഉപദേശിച്ചത് തന്നെ ആര് കേട്ടു? പരീക്ഷത്തിൻ്റെ ഒപ്പം ശൗനക ഋഷികൾ കേട്ടു. അവരാർക്ക് പറഞ്ഞു കൊടുത്തു? അവിടെയൊക്കെ ശൗനാദികൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ശരി. ഇത് കേൾക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ആരൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് സംവാദം ഉണ്ടായിരുന്നത്? ശ്രീമദ് ഭാഗവതത്തിലെ കൃഷ്ണലീല ആരൊക്കെയാണ് സംസാരിച്ചത്? മൈത്രേയ മുനിയും വിതുരനും സംസാരിച്ചു. മൈത്രേയ മുനിയും പിന്നെ ഉദ്ധവരും സംസാരിച്ചു. അപ്പോൾ ഈ നടന്ന കാര്യങ്ങൾ രണ്ടുപേര് സംസാരിച്ച് കറക്റ്റായിട്ട്, ശരിക്കും പറഞ്ഞാൽ മൈത്രേയ മുനി സീനിയറാണ്, ഉദ്ധവർ ചെറുപ്പമാണ്. അപ്പോൾ ചെറുപ്പക്കാരെ ഒരു പയ്യൻ്റെ പോയിരുന്നു വലിയ ഉപദേശങ്ങൾ സ്വീകരിക്കാമോ? വലിയ കുറച്ച് പ്രായമായാൽ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആക്ച്വലി ഉദ്ധവരുടെ അടുത്ത് വിതുരർ പോകും. വിതുരർ പോയി ചോദിക്കുമ്പോൾ വിതുരൻ്റെ അടുത്ത് പറയും, വിതുരർ ഉദ്ധവരെക്കാളും മൂത്തതാണ്. പക്ഷേ ഉദ്ധവർ പറഞ്ഞു കൊടുക്കില്ല. ഉദ്ധവർ പറയും ഇത് പറയാൻ ഒരാളുണ്ട്, ആര്? മൈത്രേയ മുനിയുണ്ട് എന്ന് പറഞ്ഞ് മൈത്രേയ മുനിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ സീനിയർ. ആക്ച്വലി പറഞ്ഞു കൊടുക്കാം. കൃഷ്ണ ഉപദേശം ചെറിയ കുട്ടി പറഞ്ഞു തന്നാലും കേൾക്കണം. പക്ഷെ ഇവിടെയും അവരെന്ത് പറയുന്നു? അവർ ആ സംസ്കാരം വെച്ചുകൊണ്ട്, കാരണം എനിക്ക് കൃഷ്ണൻ പറഞ്ഞു തരുന്ന അതേ സമയത്ത് ഇവിടെ ആരുണ്ടായിരുന്നു? മൈത്രേയ മുനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിതുരൻ ആരുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി? മൈത്രേയ മുനിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. അങ്ങനെ മൈത്രേയ മുനിയുടെ ഇന്ന് കൃഷ്ണ ഉപദേശം, കൃഷ്ണലീല മുഴുവനും കേട്ടിട്ട് വിതുരർ എവിടെ വന്നു? ഹസ്തിനാപുരത്ത് വന്നു. ഹസ്തിനാപുരത്ത് വന്നപ്പോൾ യുധിഷ്ഠിരൻ ഭയങ്കര സന്തോഷമായി. കാരണം വീട് വിട്ടു പോയി, ഇഷ്ടപ്പെട്ട ഒരച്ഛൻ വീട് വിട്ടു പോയി, ചെറിയ അച്ഛൻ.
അതുകൊണ്ട് വന്ന ഉടനെ എന്ത് ചെയ്തു, കാലൊക്കെ കഴുകി എല്ലാവരും ഒന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് യുധിഷ്ഠിരന്മാരാ ചോദ്യങ്ങൾ ചോദിച്ചു. എന്ത് ചോദിച്ചു? നമ്മളാണെങ്കിൽ പോണതിന് മുമ്പ് ആ വീടൊന്നും എഴുതി വെച്ചിട്ട് പോയിക്കൂടെ, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ശരിയാക്കി തന്നിട്ട് പോയിക്കൂടെ എന്ന് ചെയ്യും. പക്ഷേ വിതുരൻ്റെ അടുത്ത് യുധിഷ്ഠിരന്മാരാ ചോദിച്ചത്, നീ എവിടെ പോയി, എങ്ങനെ ജീവിച്ചു, എന്ത് ചെയ്തു, ആരാ നിങ്ങൾക്ക് പ്രസാദം തന്നു, എവിടെയൊക്കെയാണ് പോയി താമസിച്ചത്, എവിടെ കിടന്നു ഉറങ്ങി, എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു. എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ഉപദേശം സ്വീകരിച്ചിട്ട് എങ്ങനെ പ്രവർത്തിക്കണം? അടുത്ത് വീട് വിട്ട് ഇറങ്ങണം. നമ്മൾ യുധിഷ്ഠിര മഹാരാജും വീട് വിട്ട് ഇറങ്ങണം. വീട് വിട്ട് ഇറങ്ങുമ്പോൾ എവിടെ പോയി താമസിക്കും? അപ്പോൾ അദ്ദേഹം താമസിച്ചു ബദ്രികാശ്രമത്തിലെ, അദ്ദേഹം താമസിച്ചു നൈമിഷാരണ്യത്തിലെ, അദ്ദേഹം താമസിച്ചു അയോധ്യയിലെ, അതേ സ്ഥലത്തിൽ പോയി എനിക്കും താമസം. അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്? വെള്ളം കുടിച്ചിട്ട് ഒരു നേരം കിട്ടിയ കഴുകി ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം എൻ്റെ പ്രായമായ വയസ്സായ കാലത്ത് ആരെയും ആശ്രയിക്കാതെ ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ള ചിന്ത ആർക്കുണ്ടാവും? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ആചാര്യനെ ഫോളോ ചെയ്ത് അവരുടെ ജീവിതത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ രാമാനുജാചാര്യരുടെ 1-2 ആചാര്യരുടെ കാര്യം നോക്കിയാൽ, രാമാനുജാചാര്യരുടെ അമ്മയുടെ സഹോദരിയുടെ മകൻ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ഡിവോട്ടിയുണ്ടായിരുന്നു. 2 പേര് സഹോദരന്മാരാണ്. അപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ മോനാണെങ്കിൽ നമുക്കറിയാം, കസിൻ ബ്രദർ, സഹോദരനാണ്. അപ്പോൾ ഈ സഹോദരൻ 2 പേരും ഒന്നിച്ച് സ്കൂളുകളിൽ പഠിച്ചുവെങ്കിലും രാമാനുജാചാര്യൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്. ആചാര്യനാണ്, എല്ലാം അറിയാം എന്ന്. പക്ഷേ ഇദ്ദേഹം കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ കുലോത്തുംഗ രാജാവ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഭയങ്കര വൈഷ്ണവമാണ്, ശിവഭക്തനാണ്. അതുകൊണ്ട് രാമാനുജാചാര്യ ലോകം മുഴുവനും അറിയാം, ഇന്ത്യ മുഴുവനും അറിയാം. രാമാനുജാചാര്യ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ രാമാനുജാചാര്യ ഇപ്പോൾ എന്ത് പറയണം? ശിവനാണ് പരമപുരുഷൻ എന്ന് പറയണം. അത് എങ്ങനെ പറയണം? എഴുതി കൊടുക്കണം. എഴുതി കൊടുത്താൽ കുലോത്തുംഗ രാജാവ് അവിടെ ബോർഡിലങ്ങ് വയ്ക്കും. രാമാനുജാചാര്യർ പറഞ്ഞു ശിവനാണ് പരമപുരുഷൻ, ഇനി മുതൽ എല്ലാവരും എന്ത് ആരാധിച്ചാൽ മതി? ശിവനെ ആരാധിച്ചാൽ. അപ്പോൾ രാമാനുജാചാര്യൻ്റെ അടുത്ത് വന്നു. അപ്പോൾ രാമാനുജാചാര്യർ എഴുതി കൊടുക്കുമോ? ശിവനാണ് പരമപുരുഷൻ എഴുതി കൊടുക്കുമോ? എന്തുകൊണ്ട് എഴുതി കൊടുക്കില്ല? ശിവൻ പരമപുരുഷനല്ല. പരമപുരുഷൻ ആരാണ്? നാരായണനാണ്, ഭഗവാനാണ്. അപ്പോൾ അത് എഴുതി കൊടുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്തു? രാമാനുജാചാര്യനെ എങ്ങനെ തപ്പിപ്പിടിക്കാൻ വേണ്ടി, അവരൊന്നും അന്നത്തെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും അറിയില്ല രാമാനുജാചാര്യ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇവർ സൈന്യങ്ങൾ അയച്ചു. ആശ്രമം ഇവിടെ ഉണ്ടെന്നറിയാം, ആശ്രമത്തിൽ അയച്ചു. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഈ ഗോവിന്ദ മനസ്സിലാക്കി ഇങ്ങനെ അവർ വരുന്നുണ്ട്. ഉടനെ ഓടി എന്ന് പറയും രാമാനുജൻ, ഇപ്പം തന്നെ ഇവിടെ നിന്ന് പൊക്കോളൂ, ഇല്ലെങ്കിൽ അവർ പിടിച്ചിട്ട് പോകും. അങ്ങ് എഴുതി കൊടുത്തില്ലെങ്കിൽ അങ്ങനെ പോയി. അതുകൊണ്ട് നീ ഉടനെ പോകണം. ഉടനെ കൂടെ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ കൂരത്താഴ്വാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂരേഷ് എന്ത് വെച്ചാൽ ഉടനെ പറയും, അങ്ങ് ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ഡ്രസ്സ് അങ്ങ് ഇടും, അങ്ങയുടെ ഡ്രസ്സ് ഞാനിടാം. ആക്ച്വലി അദ്ദേഹം ഇട്ടിരിക്കുന്ന വെള്ള ഡ്രസ്സ്, ഇദ്ദേഹം കാവ്യ വസ്ത്രം ധരിച്ചിരിക്കും. രാമാനുജൻ സന്യാസിയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഡ്രസ്സ് മാറ്റില്ല. ഒരു സന്യാസി ഒരിക്കലും എന്ത് ഊരി വയ്ക്കില്ല? വസ്ത്രം ഊരി വയ്ക്കില്ല. അപ്പോൾ കൂരേഷ് പറയുകയാണ്, ഈ വെള്ള വസ്ത്രം എടുത്തിട്ട് കാവ്യ എനിക്ക് തരുന്നു. രാമാനുജൻ അതിനെങ്ങനെ ശരിയാണ്? അതാണ് ശരി, അത് തന്നാൽ മതി എന്ന് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇപ്പോൾ ശിഷ്യൻ ഓർഡർ കൊടുക്കുകയാണ് ആർക്ക്? ഗുരുവിൻ്റെ അടുത്ത്. എനിക്ക് അങ്ങയുടെ ഡ്രസ്സ് തന്നിട്ട് അതേപോലെ ആ ഡ്രസ്സ് ഇട്ടു, സന്യാസി വടി മേടിച്ചു, വെള്ള വസ്ത്രം ഇട്ട് രാമാനുജൻ വെച്ചു. അങ്ങനെ രാമാനുജൻ മേൽക്കോട്ട കർണാടക പോയിട്ട് 32 വർഷം അവിടെ ഉണ്ടായിരുന്നു. മേൽക്കോട്ട. അപ്പം ആ സമയത്ത് ഈ രാജാവ് വന്ന് സൈന്യങ്ങൾ വന്ന് നോക്കിയപ്പോൾ മഠാധിപതിയായിട്ടായിരിക്കുകയാണ്. കാവ്യം എടുത്തിട്ട് ഈ കൂരേഷിന് എടുത്തോണ്ട്. അപ്പോൾ കൂരേഷിനെ പോയിട്ട് രാമാനുജാചാര്യർക്ക് അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നിട്ട്. എന്നിട്ട് കൂരേഷിനെ കൊണ്ടുപോയിട്ട് രാജാവ് ചോദിച്ചു, എഴുതി തരാൻ പറഞ്ഞു. ശിവനാണ് പരമപുരുഷൻ. കൂരേഷ് എഴുതി കൊടുക്കുമോ? എന്തുകൊണ്ട്? ഗുരുവിന് നാണക്കേടാണ്. ഞാനൊരുത്തൻ എൻ്റെ ജീവന് വേണ്ടിയിട്ട് ഗുരുവിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ഗുരു പഠിപ്പിച്ചതിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് ആർക്ക് നാണക്കേടാണ്? ഗുരുവിന്. അതുകൊണ്ട് ഞാൻ എഴുതി തരാമെന്ന് വാങ്ങിച്ചിട്ട് പരമപുരുഷൻ നാരായണൻ എന്ന് പറഞ്ഞ് എഴുതി തരും. ഭയങ്കര ദേഷ്യം വന്ന് കണ്ണ് 2 പിഴുതെടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൂരേഷിനെ കണ്ണിന് ചൂഞ്ഞു. 2 കണ്ണും പൊട്ടനാക്കി ഇങ്ങനെ ബ്ലഡ് ഒഴിച്ചിട്ട് ഇങ്ങനെ കാട്ടിൽ പോയി. അപ്പോൾ നടന്ന് എവിടെയോ പോയി കാട്ടിൽ പച്ചലയൊക്കെ മരുന്നൊക്കെ വെച്ച് കണ്ണ് പോയി, പക്ഷേ ജീവനുണ്ടായിരുന്നു.
അങ്ങനെ എത്രയോ കാലത്തിന് ശേഷം ഈ കുലോത്തുംഗ രാജാവ് മരിച്ചതിന് ശേഷമാണ് രാമായണം ചോദിച്ചത് തിരിച്ചു വെച്ചത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറയും. ഓരോ പ്രാവശ്യം പോയിട്ട് പറയും ഈ കുരേശൻ്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് കണ്ണ് തിരിച്ചു ചോദിക്കും. ഭഗവാന്റെ അടുത്ത് പോയി സേവനം ചെയ്തുകൊണ്ടിരിക്കും. ഇവർ തമ്മിൽ ഭഗവാനുമായിട്ട് സംസാരിക്കും. പക്ഷെ ഒരു ദിവസവും പോലും കൃഷ്ണൻ്റെ അടുത്ത് എൻ്റെ കണ്ണ് കാണാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ്? ഹ്യൂമൻ ബീങ്സ് 2 കാറ്റഗറി. ഇത് ഏത് കാറ്റഗറിയിലാണ്? സ്വന്തം കണ്ണ് വേണമെന്ന് പോലും ചോദിക്കാത്ത മുമുക്ഷുവാണ്. ആരാണ്? രാമാനുജാചാര്യരുടെ ശിഷ്യൻ. എന്നിട്ട് രാമാനുജാചാര്യർ ചോദിക്കും, നീ ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല. എന്ത് ചോദിക്കാത്തത്? എനിക്ക് തോന്നിയില്ല ചോദിക്കാൻ. ശരി, നാളെ നീ എന്തായാലും ചോദിച്ചു. ആ ശരി, ചോദിക്കാം. അടുത്ത ദിവസം വന്നപ്പോൾ നീ ചോദിച്ചാൽ ചോദിച്ചില്ല. അപ്പോൾ 3ാമത്തെ ദിവസം ആകുമ്പോൾ ഇനി നീ പോയി പറയൂ, എൻ്റെ ഗുരുവിനൊരു ആഗ്രഹമുണ്ട്, അത് നിറവേറ്റി തരാൻ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം നേരെ പോയി ഭഗവാന്റെ അടുത്ത് എൻ്റെ ഒരു ഗുരുവിൻ്റെ ഒരു ആഗ്രഹം, വലിയ ആഗ്രഹമാണ്, അത് നടത്തി കൊടുക്കണമെന്ന് പറയും. ഇമ്മീഡിയറ്റ് കണ്ണ് കുരേശൻ. അപ്പോൾ ഇദ്ദേഹം കണ്ണ് ആർക്ക് വേണ്ടിയാണ് ചോദിച്ചത്? ഗുരുവിന് വേണ്ടി. അർജുനൻ ആർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്? കൃഷ്ണന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ടല്ല ഓരോന്നും ചെയ്യേണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് രൂപഗോസ്വാമിയുടെ ശിഷ്യൻ ആര്? ജീവഗോസ്വാമി. അതായത് സനാതന ഗോസ്വാമി സഹോദരന്മാരാണ് രണ്ടുപേരും. ഇനി ഒരു സഹോദരൻ കൂടെ ഉണ്ട്, അനുപമ ഗോസ്വാമി. രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, അനുപമ ഗോസ്വാമി. ഈ സനാതന ഗോസ്വാമി സന്യാസിയാണ്, ബാബാജിയാണ്. പക്ഷെ അനുപമ ഗോസ്വാമി ഗൃഹസ്ഥനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് ജീവഗോസ്വാമി. നമ്മുടെ 6 ഗോസ്വാമി പരമ്പരയുണ്ട്. രൂപ, സനാതന, രഘുനാഥദാസ, രഘുനാഥ ഭട്ട, ഗോപാല ഭട്ട, ജീവഗോസ്വാമി. ഈ 6 ഗോസ്വാമിയിലെ അവസാനത്തെ ഈ ജീവഗോസ്വാമി വലിയ പണ്ഡിതൻ. എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു, പെർഫെക്റ്റാണ്. എങ്ങനെ ഇദ്ദേഹം ഇത്രയും പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഈ കുട്ടിയെ വളർത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ രൂപസനാഥി ഗോസ്വാമി ഒരു കുട്ടിയെ വളർത്തിയത് എങ്ങനെയുണ്ടാവും? ഗോസ്വാമി പോണ വഴിക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോയി ഒരു ഉപദേശം തന്നാലേ ഒരാൾ ഭക്തനാവും. അവർ തന്നെ വളർത്തിയ ആ കുട്ടിക്ക് എങ്ങനെയായിരിക്കും ക്വാളിറ്റി? ജീവഗോസ്വാമി വലിയ പണ്ഡിതനാണ്. അങ്ങനെ കാരുണ്യം എല്ലാവർക്കും കൊടുക്കും. ഇനി ഇവർ രണ്ടുപേരും കൊടുത്തതുകൊണ്ട് ഭഗവാൻ നേരിട്ട് ചൈതന്യ മഹാപ്രഭുവും കൊടുത്തു. അങ്ങനെ മുഴുവൻ ഒരു ട്രഷറിയായിരുന്നു. എന്താണ്? നോളജിൻ്റെ. ആ ഗോസ്വാമി ഇരിക്കുമ്പോൾ അവിടെ ഒരു പണ്ഡിതൻ ഈ പണ്ഡിതൻ വന്നിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്ത്? രൂപഗോസ്വാമിയുടെ അടുത്ത് വന്ന് മത്സരത്തിന് ഡിബേറ്റ്. അപ്പോൾ ഈ ശാസ്ത്രം പറഞ്ഞ് മത്സരിക്കുക, സംസാരം, വാക്കുതർക്കം പോലെയൊക്കെ. പക്ഷേ രൂപഗോസ്വാമി ഉടനെ എഴുതി കൊടുക്കുന്ന ഒരു പേപ്പർ എടുത്തിട്ട്, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും, നീ വീട്ടിൽ കൊടുക്കില്ല. ഇവരെ കൂടെ കിടന്ന് വായടിച്ചിട്ട് നമ്മളെ TV ചാനലൊക്കെ ഓപ്പൺ ചെയ്താൽ 24 മണിക്കൂറും വാചി കൊടുക്കുക. ഒരു കാര്യമില്ല. അവൻ്റെ സമയം വേസ്റ്റ്, ഇവൻ്റെ സമയം വേസ്റ്റ്, നമ്മളെ സമയം വേസ്റ്റ്, മൊത്തം സമയം വേസ്റ്റ്. അതുകൊണ്ട് എന്തെങ്കിലും നടക്കുമെങ്കിൽ ഒന്ന് ഇതുപോലെയാണ് ഡിവൈസ് നടക്കുന്നത്. അപ്പോൾ രൂപഗോസ്വാമിക്ക് ഇത് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ തോറ്റു. വലിയ പണ്ഡിതനാണ്, വലിയ ആചാര്യനാണ്. അപ്പോൾ അദ്ദേഹം അല്ല, നിങ്ങൾ വരുമല്ലോ. അല്ല, ഞാൻ തോറ്റു, നിങ്ങൾക്ക് ആവശ്യം എന്താണ്? ഞാൻ തോറ്റു കിട്ടണം, അതെന്താ എടുത്തോളൂ. പക്ഷേ ഇതിനെ കൊണ്ട് രൂപഗോസ്വാമി തോറ്റേന്ന് പറഞ്ഞ് കൊണ്ട് നടന്നു. പക്ഷെ കൂടെ ആരായിരിക്കുന്നു? ശിഷ്യൻ സഹിക്കുമോ? ഒരു ഗുരുവിനെ നാണം കെടുത്തി തോറ്റു എന്ന് പറഞ്ഞാൽ ശിഷ്യൻ സഹിക്കുമോ? അപ്പോൾ ശിഷ്യന് മനസ്സിലായിട്ട് പോണ വഴിക്ക് തന്നെ വിളിച്ചു. അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നു, ഒരു ഒന്നും അറിയാത്ത പാകത്തിനെ പോലെ വിളിച്ചിട്ട്, എന്താ ഇവിടെ ഇരിക്കുന്നത്? അത് നിങ്ങളെന്താ ഇവിടെ പോയല്ലോ രൂപഗോസ്വാമി, എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പമല്ലേ? അപ്പോൾ എളുപ്പമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നതിനെല്ലാം മറുപടി കൊടുത്തു. അദ്ദേഹം നാണം കെട്ട് അദ്ദേഹം തോൽപ്പിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? ഞാൻ രൂപഗോസ്വാമിയുടെ ശിഷ്യനാണ്, പക്ഷെ എനിക്ക് ഒന്നും എൻ്റെ തലയ്ക്കകത്ത് കയറില്ല എന്ന് പറഞ്ഞ് എന്നെ അടിച്ചു ഓടിച്ച് വിട്ടതാണ്. എൻ്റെ തലയ്ക്കകത്ത് ഒരു ശാസ്ത്രവും കയറില്ല, ഒന്നിനും കൊള്ളാത്തവനാണെന്ന്. അപ്പോൾ ഇതേ ആരെങ്കിലും ഇത്രയും പാണ്ഡിത്യമുള്ള വ്യക്തിയെ ഓട്ടിച്ച വ്യക്തി ഗുരു എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇരിക്കും. അവസാനം അദ്ദേഹം തോറ്റ കാര്യം, ഈ കാര്യം ആരറിഞ്ഞു? രൂപഗോസ്വാമി അറിഞ്ഞത്. ശിഷ്യൻ താഴോട്ട് വരുന്നു. വന്നിടം ചോദിച്ചു, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അത് അങ്ങേ നാണം കെടുത്തിയത് എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണല്ലോ. നിനക്ക് എന്താണ് ഒരു ടോളറൻസ് എന്ന് പറയുന്ന സാധനം നീ ഇതുവരെ നിൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ല, നിൻ്റെ മൈൻഡിനെ തോൽപ്പിക്കാൻ പഠിച്ചില്ല. മൈൻഡ് പലതും ചോദിക്കും, അതിനെല്ലാം നമ്മൾ തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ല.
അതുകൊണ്ട് നീ ഇനി എൻ്റെ മുഖത്തിൽ നോക്കരുത്, ഇനി എന്നെ കാണേ വേണ്ട എന്ന് പറയുന്നത്. ആലോചിച്ചു, ജീവന് തുല്യമായിട്ട് വളർത്തി, അച്ഛനെ പോലെ വളർത്തി, ശാസ്ത്രം പഠിച്ച് ഗുരു തുല്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരാൾ പറയാണ് ഇനി നീ എന്നെ കാണാനേ വരരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് ഇതേ ജീവഗോസ്വാമി നേരെ വൃന്ദാവനത്തിൽ എത്രയോ വർഷം നാമം മാത്രം ജപിച്ച ആരെടുത്ത് കിട്ടില്ല, നാമം മാത്രം ജപിക്കുന്നത്. അങ്ങനെ വലിയ ബാബാജി പോലെ ഇരിക്കുന്നു, രൂപമൊക്കെ മാറി. ആരുടെ? ജീവഗോസ്വാമി. അങ്ങനെ സനാതന ഗോസ്വാമി ഒരു ദിവസം ഗോസ്വാമിയുടെ അടുത്ത സഹോദരി സനാതന ഗോസ്വാമി നേരെ വൃന്ദാവനത്തിൽ പോയിട്ട് മോൻ പോയിട്ട് കുറേ കാലമായി കാണാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരാളിരിക്കുന്നു. ആരാണെന്നേ മനസ്സിലാകുന്നില്ല. അങ്ങനെ സാധുവിനായിട്ട് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് ആരാണ്? ജീവഗോസ്വാമി. അങ്ങനെ കെട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഇതിനായി ഇത്രയും തപസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് നാമം ജപിച്ചു കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നിലവാരത്തിൽ ഇരുന്നുകൊണ്ട് ജീവഗോസ്വാമി എല്ലാം പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് നേരെ വിളിച്ചിട്ട് ആരെടുത്താണ് കൊണ്ടുപോകുന്നത്? ജീവഗോസ്വാമി എടുത്ത് കൊണ്ടുപോയിട്ട് പറയും, ഇതാരാണെന്ന് മനസ്സിലായോ? ജീവഗോസ്വാമി. അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. പറഞ്ഞു വിട്ടുവെങ്കിലും ഉള്ളിലെന്താണ്? ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ. അപ്പോൾ ഈ കുട്ടി അവിടെ വന്നപ്പോൾ പറയും ഇത്, എന്നിട്ടും ദേഷ്യം പുറമേ ദേഷ്യം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? നീ മര്യാദ പഠിച്ചില്ല എന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് പറഞ്ഞു നിന്നെ വരണ്ടെന്നല്ലേ പറയുന്നത്. ഉടനെ സനാതന ഗോസ്വാമി പറയും ചൈതന്യ മഹാപ്രഭു എന്ത് പറഞ്ഞു ഓർമ്മയുണ്ടോ? അപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്ത് പറയും? ജീവദയ വൈഷ്ണവസേവ നാമരുചി. അതായത് ഒരു ജീവന് കിട്ടേണ്ടത് എല്ലാവരും കൊടുക്കണം. എന്ത്? ജീവദയ. ഒരു ജീവൻ്റെ അടുത്ത് ദയ കാണിക്കാത്ത ആൾ എന്ത് വൈഷ്ണവനാണ്? അപ്പോൾ നിങ്ങൾ ഈ കുട്ടിയുടെ അടുത്ത് ദയ കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അല്ലേ? നാമരുചി. നിങ്ങൾക്ക് ഹരിനാമത്തിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ജീവന് ഹരിനാമം ജപിക്കാൻ നിങ്ങൾ അലോ ചെയ്യണം. അതിന് ഓട്ടിക്കല്ല വേണ്ടത്. വൈഷ്ണവ സേവ. ഒരു വൈഷ്ണവൻ അങ്ങേക്ക് ആ കുട്ടിക്ക് സേവനം കൊടുക്കണമായിരുന്നു. സേവനം കൊടുക്കണം, അതും കൊടുക്കില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ ചിരിച്ചിട്ട് ജീവഗോസ്വാമിനെ അക്സെപ്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റായിട്ട് സ്വന്തം കാല് കൊണ്ട് ആരുടെ തലയ്ക്ക് ചവിട്ടും? ജീവഗോസ്വാമി. അത്രയേ ഉള്ളൂ. കരയും ജീവഗോസ്വാമി. കാല് കൊണ്ട് തലയിൽ ചവിട്ടിയതും ഇമ്മീഡിയറ്റായിട്ട് കരയും. അപ്പോൾ ഇതാണ് വൈഷ്ണവകാര്യം. വൈഷ്ണവൻ്റെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ മർസി അതങ്ങനെ കൊണ്ടാണ്. അതൊന്ന് ദർശനം കിട്ടിയാൽ ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ദർശനം കിട്ടണം. ശരിക്കും സനാതന ഗോസ്വാമി ഫസ്റ്റ് വന്നു, രൂപഗോസ്വാമി രണ്ടാമത്. ഇതേപോലെ രൂപഗോസ്വാമി വന്നപ്പോൾ വരുന്ന വഴിക്ക് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് വീട് വിട്ട് ഇറങ്ങിയ ആദ്യത്തെ കാലഘട്ടം ചൈതന്യ മഹാപ്രഭുയുടെ അനുയായിയായിട്ട് വരാനുണ്ട്. ഫോറസ്റ്റ് വഴി ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് കഷ്ടപ്പെട്ട് എത്രയോ ദിവസം ആഹാരം കഴിക്കാതെ ചൈതന്യ മഹാപ്രഭു നമ്മൾ കണ്ടു. ചൈതന്യം ഇങ്ങനെ മുഷിഞ്ഞ് നാറിയിരിക്കുകയാണ്, കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല. കാരണം ഒറ്റ അവരുടെ പ്രേമമാണ് ഭഗവാനെ കാണുന്നത്. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടതും ചൈതന്യ മഹാപ്രഭു ഡാൻസ് ചെയ്യും. അങ്ങനെ സന്തോഷത്തിൽ ഭഗവാനെ കണ്ടു വന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു മനസ്സിലായി ആര് വന്നു? എൻ്റെ ഭക്തൻ വന്നു. ഓടിപ്പോയി കെട്ടിച്ചേർത്ത് വിളിച്ച് നോക്കിയതിന് ഭയങ്കര. കാരണം കുളിക്കാതെ ഇരിക്കുന്ന സ്വർണം പോലെ ഒരാൾ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചൈതന്യം അതേ ഇങ്ങനെ മാറുന്നത് പോലെ. പക്ഷെ ചൈതന്യം വിടില്ല, പിന്നെയും കെട്ടിച്ചേർത്ത്. എന്നിട്ട് ആദ്യത്തെ ദിവസം നല്ല ബ്ലെസ്സിങ്സ്, ആഹാരമൊക്കെ കൊടുക്കാൻ പറയും എല്ലാവർക്കും, എല്ലാം കൊടുത്തു. രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ഇദ്ദേഹം രാവിലെ വന്നപ്പോൾ ചൈതന്യമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ താഴെ നോക്കി ഇങ്ങനെ സംസാരിച്ചു. മൂന്നാമത്തെ ദിവസം വരുമ്പോൾ വേറെ ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ഷാൾ ഇട്ടു. ഈ ഷാളിനെ നോക്കി സംസാരിക്കും. നാലാമത്തെ ദിവസം ആ ഷാളിനെ നോക്കി സംസാരിക്കും. ഇദ്ദേഹം വിചാരിക്കും ചൈതന്യമൊക്കെ എന്നെ കാണുന്നില്ലല്ലോ, എന്താ സംഭവിച്ചാൽ ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. പൈസ അത് എല്ലാം ഉപേക്ഷിച്ച് വന്നു. ഒരു കമ്പിളി മാത്രമേ വെച്ചിരിക്കണം, നല്ല പുതിയ സൂപ്പർ കമ്പിളി, നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് ഉപേക്ഷിക്കുന്നില്ല? ആശ്രമത്തിൽ സ്വാമിമാരായിട്ട് വരും. വന്നിട്ട് അവരുടെ സാധനം എന്തെങ്കിലും വേറൊരിടത്ത് അവിടെ അടിയും ബഹളമായിരിക്കും. എല്ലാം വീടും കൂടും പൈസയും എല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടെ വന്നതാണ്? സന്യാസിയായിട്ട് ബ്രഹ്മചാരിയായിട്ട് വന്നതാണ്. വന്നിടത്ത് ഒരാൾ മറ്റൊരാളുടെ സാധനം എടുത്താൽ ഭയങ്കര ബഹളമായിരുന്നു അല്ലേ? അത് ഇന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. രാമാനുജാചാര്യരുടെ കാലത്തും അങ്ങനെയാണ്. അവിടെ ഭയങ്കര ബഹളമാണ്. രാമാനുജാചാര്യ ചോദിച്ചു എന്താ അവിടെ ബഹളം നടക്കുന്നതെന്ന് ചോദിച്ചു. അത് ഒരാളുടെ കൗകിനി വേറൊരാളെടുത്തോളൂ, വേറെ ഒന്നുമില്ല, ഒന്നിനും കൊള്ളാത്ത 10 പൈസയ്ക്ക് ഉപകാരമില്ലാത്ത ഒരു തുണി. അപ്പോൾ ഇതിന് അങ്ങനെ രാമാനുജാചാര്യ അവർക്ക് ടീച്ചിങ്സ് കൊടുത്തു. അങ്ങനെ ആകരുത്, എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ സറണ്ടർ ചെയ്യണം. അങ്ങനെ എന്താ പറയുക, ഇവർ
ചൈതന്യ മഹാപ്രഭു ഡെയിലി ദർശനം ആർക്കാണ് കിട്ടുന്നത്? കംപ്ലീറ്റാണ് കിട്ടുക. അപ്പോൾ രൂപ ഗോസ്വാമി മനസ്സിലായി, എനിക്ക് കിട്ടുന്നില്ല ദർശനം, കിട്ടുന്നതൊക്കെ ആർക്കാണ്? പിറ്റേ ദിവസം വരുമ്പോൾ യമുനയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നേരെ പോയിട്ട് ഒരാളുടെ അടുത്ത് ചോദിച്ചു, അങ്ങയുടെ കമ്പി എനിക്ക് തരുമോ? എൻ്റെ ഒന്നുമില്ല, അത് കയറി മുഷിഞ്ഞ് അതിനകത്ത് ഒന്നുമില്ല, മൊത്തം ഹോളാണ്. അങ്ങനെയാണ്. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറയും, എന്നെ കളിയാക്കിയാണ്, എൻ്റെ കളിയാക്കിയതല്ല, സീരിയസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിനെ വാങ്ങിച്ചിരിക്കും. 4-ാമത്തെ ദിവസം വന്നപ്പോൾ ചൈതന്യ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിനെ കെട്ടിച്ചേർത്തിരിക്കും. കാരണം ഒരു കാര്യം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ പറ്റും. അതായത് മൈൻഡിൽ നിന്ന് ഫസ്റ്റ് ഉപേക്ഷിക്കാൻ പറ്റും. മനസ്സിൽ ആഗ്രഹം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യമില്ല. മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്, പുറമേ ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. എവിടെ തന്നെ ഉപേക്ഷിക്കണം? എല്ലാം കയ്യിലുണ്ട്, പക്ഷെ മനസ്സിൽ ഉപേക്ഷിച്ചാൽ അതിൻ്റെ ജോലിയാണ്. എല്ലാ വസ്തുക്കളും, കാറുണ്ട്, വീടുണ്ട്, അതുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മൈൻഡ് ഇപ്പം എങ്ങനെയാണ്? ഫുള്ളി കൃഷ്ണനിലാണ് എങ്കിൽ അത് ഗ്രേറ്റ് ജോലിയാണ്. പക്ഷേ എന്താണ്? ഒന്നുമേ കയ്യിലില്ല, പക്ഷെ എല്ലാം എവിടെ വെച്ചിട്ടുണ്ട്? അല്ലേ? അപ്പോൾ ഇത് ആചാര്യാസിൻ്റെ ലൈഫിലിരുന്ന് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ രൂപഗോസ്വാമി എന്താ പറഞ്ഞാൽ, ജീവഗോസ്വാമിക്ക് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി, എളിമത്വം. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് എന്തുണ്ടാക്കിയെടുക്കണം? എളിമത്വം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ആരെ പറഞ്ഞു വിട്ടത്? ജീവഗോസ്വാമി വൃന്ദാവനത്തിൽ ആ എളിമത്വം ഉണ്ടാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം. അത് ഇല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഇവൻ ചാണക്യ പണ്ഡിതൻ ചന്ദ്രഗുപ്തൻ ഉണ്ടാവും. ഈ ചന്ദ്രഗുപ്തൻ ശിഷ്യനാണ്. ചാണക്യൻ വന്ന സമയത്ത് ചാണക്യ പണ്ഡിതനെ ഒരു ട്രെയിനിങ് കൊടുക്കും. എന്ന് വെച്ചാൽ ഈ ഇല ഒഴിയുന്ന സമയമാണ്. എന്നിട്ട് രാത്രി ഉറങ്ങാതെ, ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയൻ്റെ ക്വാളിറ്റി ഉണ്ടാവും അല്ലേ? ഉറങ്ങാതിരിക്കണം, ഭയങ്കര അലേർട്ടായിരിക്കണം, ക്ലീനായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മരത്തിൽ നിന്ന് ഓരോ ഇല വീഴണം, ഒരു ഇല താഴെ പിടിക്കണം, ഓടി പിടിക്കണം. ഇതാണ് കൊടുത്ത ടാസ്ക്. അപ്പോൾ ചാണക്യ പണ്ഡിതൻ ചന്ദ്രഗുപ്തന് മനസ്സിലായില്ല, ഇതെന്തിനാണ് ഇല വീഴുന്നത് പിടിക്കാൻ പറയുന്നത്. അപ്പോൾ ചാണക്യൻ പറഞ്ഞ് കണ്ടീഷനാണ്, ആൾ നിർത്തിയിട്ടുണ്ട് ഇത് വാച്ച് ചെയ്യാനായിട്ട്, ഉറങ്ങാൻ പാടില്ല. ചന്ദ്രഗുപ്തൻ ഉറങ്ങാതെ ഓരോ ഇല പിടിച്ച് ഒരു ഇല പറന്ന് എപ്പുറത്ത് പോകും? അങ്ങോട്ട് പോകും. ഓടണം, വാള പിടിക്കും പോലെ ഓടിപ്പോൾ അതിനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അപ്പോൾ ചാണക്യ പണ്ഡിതൻ ഇതാണ് പെർഫെക്റ്റ് ക്ഷത്രിയൻ. ആ ക്വാളിറ്റി എവിടെ ഇരിക്കുന്നു? ക്ഷത്രിയന്മാർക്ക് ഉറക്കമില്ല, കൊല്ലണമെന്ന് കൊന്നിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി ആരിൽ കണ്ടുവരുന്നില്ല. അതേപോലെയാണ് ഇത് ആധ്യാത്മികത്തിൽ പറയുന്നത്. ഒരു സ്പൂൺ കൊണ്ട് കൊടുത്തിട്ട് ഒരു ശിഷ്യന് കൊടുത്തിട്ട് പറയും, കടലിനെ കംപ്ലീറ്റ് കോരി വെള്ളം വറ്റിക്കാൻ പറയും. കടലിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് കോരി ഇപ്പുറത്ത് ഒഴിക്കാൻ പറയും. അങ്ങനെ ഒഴിക്കാൻ പറ്റുമോ? ഒഴിക്കാൻ പറ്റില്ല. ഇത് ആർക്കറിയാം? ശിഷ്യനും അറിയാം, ഗുരുവിനും അറിയാം. പക്ഷെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചു, മണ്ടെങ്കിൽ ഗുരു എന്താ ചെയ്യാൻ പറയുന്നത്? വെള്ളം കോരി പുറത്ത് ഒഴിക്കാൻ പറയും, സ്പൂണില്ല അത്. പക്ഷെ മുഴുവൻ ദിവസവും കൊണ്ട് കോരി ഒഴിച്ചു. അപ്പോൾ ഇവിടെ എന്താ പഠിപ്പിന്ന് വെച്ചാൽ ടോളറൻസ്, സഹിഷ്ണുത. സഹിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ദിവസം മുഴുവനും കോരി ഒഴിക്കണമെങ്കിൽ എത്ര സഹിഷ്ണുത വേണം അല്ലേ? അത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഗുരുവിന് ഓരോ ലക്ഷ്യമുണ്ട്, ഓരോ ശിഷ്യന്മാരെ എങ്ങനെ ഭക്തിയിൽ കൊണ്ടുവരിക. അത് ആർക്കേ മനസ്സിലാകത്തുള്ളൂ? ആ ആധ്യാത്മിക ഗുരുവിനെ മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കി ആചാര്യാസിനെ കുറിച്ച് പഠിച്ച് അവരുടെ ജീവിതത്തിൽ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് അതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. എങ്കിൽ നമ്മുടെ ഡിവോഷൻ ഒരു റിയലൈസേഷൻ ലെവലിൽ നമുക്ക് എത്തും. ഹരേ കൃഷ്ണ.